നമ്മുടെ മടിയെ, ലേസിനെസ്സിനെ കൺട്രോൾ ചെയ്യാൻ, ഓവർകം ചെയ്യാനുള്ള 6 ഇമ്പോർട്ടൻറ്റ് ടിപ്സുകളിലൂടെയാണ് നാം ഇന്ന് പോകുന്നത്. ദാറ്റ് ഫസ്റ്റ് വൺ ഈസ് തിങ്ക് പോസിറ്റീവ്. നമ്മുടെ മനസ്സ് നിറയെ, ചിന്തകൾ നിറയെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും ചിന്തകളും കൊണ്ട് നിറയ്ക്കുക. നാം ഓരോ ദിവസവും തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും നാം ചിന്തിക്കണം, ഇന്നത്തെ ദിവസമാണ് എൻ്റെ ഏറ്റവും മനോഹരമായ ജീവിതത്തിലെ ദിവസമെന്ന് പറയുന്നത്. ഈ ദിവസം ഞാൻ ഏറ്റെടുക്കുന്ന ഓരോ പ്രവൃത്തിയും മനോഹരമാക്കി മാറ്റും. ഈശ്വരൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്കെല്ലാം ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കും. ഏറ്റെടുക്കുന്ന ഏതൊരു ജോലിയും ഏറ്റവും കൃത്യതയോടെയും ഏറ്റവും വിജയകരമായും പൂർത്തിയാക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തിയും വളരെ സന്തോഷത്തോടെയും ഈസിയായും പൂർത്തിയാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് എപ്പോഴും ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് വൺ, കൺട്രോൾ ഡിസ്ട്രാക്ഷൻസ്. നമുക്കറിയാം, നമ്മുടെ മനസ്സിലൂടെ ഒരു ദിവസം 30,000 to 60,000 തോട്ട്സ് ആണ് ഇങ്ങനെ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഉണ്ടാവും. ആവശ്യമുള്ള ചിന്തകളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. നമുക്കറിയാം, ഒരു ചിന്ത മനസ്സിലേക്ക് വരരുത്, ഒരു നെഗറ്റീവ് തോട്ട്സ് വരരുതെന്ന് ചിന്തിച്ചാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മങ്കിയെക്കുറിച്ച് ഇനി കുറച്ച് സമയം ഞാൻ ചിന്തിക്കത്തില്ല, ആ ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരത്തില്ല എന്ന് നാം തറവായിട്ട് ചിന്തിച്ചാൽ അതായിരിക്കും ഏറ്റവും പവർഫുള്ളി നമ്മുടെ ചിന്തകളിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചിന്ത വരുമ്പോൾ ഇത് ഞാൻ ചിന്തിക്കത്തില്ല എന്ന് നമുക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല. അത് വന്നു പോയിക്കോട്ടെ. അതിന് പകരം നമുക്ക് ആവശ്യമുള്ളതിലേക്ക് നമ്മെ ഫോക്കസ് ചെയ്യിപ്പിക്കാനും ശ്രമിക്കുന്നതിലൂടെ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം കൺട്രോൾ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. തേർഡ് വൺ, ഓർഗനൈസ് എവറി ഡേ. നമ്മുടെ ഓരോ ദിവസത്തെയും കൃത്യമായി ഓർഗനൈസ് ചെയ്യുക. നാം ഉണർന്നെഴുന്നേൽക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ബെഡ് ടൈം വരെയുള്ള ഓരോ നിമിഷത്തിലെ കാര്യങ്ങളും ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾക്ക് പ്രയോറിറ്റി ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഏതൊക്കെയാണ്, ടഫായിട്ടുള്ള ടാസ്കുകൾ ഏതാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ടാസ്കുകൾ ഏതാണ്, ഡെലിഗേറ്റ് ചെയ്യേണ്ട ടാസ്കുകൾ ഏതൊക്കെയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട റുട്ടീൻ ഡ്യൂട്ടികളിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡേയെ ഓർഗനൈസ് ചെയ്യുക. ഞാൻ ഇന്നത്തെ ദിവസം സ്റ്റഡിക്ക് വേണ്ടി എത്ര സമയം മാറ്റിവെക്കും, എന്നെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ എത്ര മാറ്റിവെക്കും, എക്സസൈസിന് വേണ്ടിയിട്ട് എത്ര സമയമാണ് മാറ്റിവെക്കുക, പ്ലേ ടൈം എത്രയായിരിക്കും, ഉറങ്ങേണ്ട സമയം എത്രയാണ്. ഇങ്ങനെ ഓരോ ദിവസവും നാം ചെയ്യേണ്ട മുഴുവൻ പ്രവൃത്തികളെയും കൃത്യമായി ഓർഗനൈസ് ചെയ്യാൻ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലേസിനെസ്സിനെ കറക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് ടിപ്പ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ, ബ്രേക്ക് അപ്പ് ദി ലാർജ് ടാസ്ക്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയ വലിയ വർക്കുകളെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നായി ഫിനിഷ് ചെയ്യുക. നമുക്കറിയാം, വലിയൊരു വർക്ക്, വലിയൊരു പോർഷൻ പഠിച്ചു തീർക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ, വലിയൊരു കാര്യം ചെയ്ത് തീർക്കണമെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തകളും നമ്മെ നെഗറ്റീവ് ആക്കാനും, പ്രൊക്കാസ്റ്റിനേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരാനും, ലേസിനെസ് നമ്മളെ കീഴടക്കാനും ഒക്കെ എപ്പോഴും നമ്മിലേക്കൊരു പ്രേരണയായി മാറും. അതിന് പകരം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിലെ ടഫായിട്ടുള്ള, ലാർജായിട്ടുള്ള കാര്യങ്ങളെ ചെറിയ ചെറിയ പാർട്ടുകളായി ഡിവൈഡ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യുന്നത് എൻജോയ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളും ചെയ്ത് തീർന്നു പോകുന്നത് നാം തന്നെ കൃത്യമായി അസസ് ചെയ്തുകൊണ്ട് ആ വലിയൊരു പ്രോജക്റ്റിനെ ഈസിയായി നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നു. ഫിഫ്ത്ത് വൺ, സെറ്റ് ഡെഡ് ലൈൻസ്. നാം ഇതേപോലെ ചാർട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അത് ബിഗ് ടാസ്കുകളാകട്ടെ, സ്മോൾ ടാസ്കുകളാകട്ടെ, നമ്മൾ ഡെലിഗേറ്റ് ചെയ്യേണ്ട ടാസ്കുകളാകട്ടെ, ഏതുമാവട്ടെ, ഇതൊക്കെ കൃത്യമായ ഏത് സമയത്ത് ഏത് ഡേറ്റിൽ ചെയ്ത് തീർക്കേണ്ടതാണ് എന്ന് കൃത്യമായ ഒരു ഷെഡ്യൂൾ നാം സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഇത് തീർക്കാൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ സമയത്തിനുള്ളിൽ തീർത്ത് കഴിയുമ്പോൾ ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തത് നാം ടിക്ക് ചെയ്തുകൊണ്ട് മനസ്സിലൊരു സന്തോഷം നമുക്ക് കൊണ്ടുവരിക. സിക്സ്ത് വൺ, ഗീവ് റിവാർഡ്സ്. നാം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നാം നേടിയെടുക്കാൻ പോകുന്ന വിജയത്തെക്കുറിച്ച്, അതിലൂടെ നമ്മുടെ ലൈഫിന് കിട്ടാൻ പോകുന്ന അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക. ഇതിനോടൊപ്പം അതിലേക്ക് എത്തിച്ചേരാൻ, നമ്മുടെ ആ ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ചെയ്തു കഴിയുമ്പോൾ അത് ഡേ വൈസ്, വീക്ക് വൈസ്, മന്ത്ലി നാം കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളിൽ, ഞാൻ കൃത്യതയോടെ ചെയ്തു തീർത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മെ തന്നെ ചെറിയ ചെറിയ റിവാർഡുകളിലൂടെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ നാം തന്നെ ശ്രമിക്കുക. ഇങ്ങനെ ഈ 6 ടിപ്പുകൾ
ഈ 6 ടിപ്പുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നതിലൂടെ ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു വ്യക്തിക്കും കൃത്യമായി നമ്മുടെ ലേസിനെസ്സിനെ കറക്റ്റ് ചെയ്യാനും നമ്മുടെ പ്രൊക്കാസിനേഷൻ മാറ്റിവെക്കുക എന്നുള്ള ടെൻഡൻസി, ആ ശീലത്തെ കറക്റ്റ് ചെയ്യാനും നാം ഏറ്റെടുക്കുന്ന ഏതൊരു ടാസ്കും വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു.